വിശുദ്ധ കുർബാനയിൽ സഹനത്തിൻ്റെ മഹാരഹസ്യം ഒളിഞ്ഞിരിക്കുന്നു. ക്രിസ്തു അനേകം പീഡകളും സഹനങ്ങളും ഏറ്റുവാങ്ങിയിട്ടാണ് മനുഷ്യനു വേണ്ടി കുർബാനയായി മാറിയത്. ഈ സഹനത്തിൻ്റെ വഴിയാണ് കുർബാനയുടെ വഴി. അതുകൊണ്ട് തന്നെ ഈ ഉപദേശം കഠിനമാണ്, ഇതാരാണ് സ്വീകരിക്കുക? യോഹന്നാൻ 6:60 എന്നു പറഞ്ഞ് പല ശിഷ്യന്മാരും ഈശോയെ വിട്ടുപോയി. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ അത്രമാത്രം ബഹുമാനിക്കുന്ന ദൈവം അവരെ ബലമായി തിരികെ വിളിച്ചില്ല. എന്നാൽ തൻ്റെ വചനത്തിൽ അവിടുന്ന് ഉറച്ചുനിന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവനു വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. വിശുദ്ധ കുർബാന വെറുമൊരു ആരാധനാ കർമ്മമല്ല, നിത്യജീവന്റെ അപ്പവും മനുഷ്യനോടുള്ള ദൈവസ്നേഹത്തിൻ്റെ പരമമായ ദാനവുമാണ്.